നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. പെരിഞ്ഞനം RMVHS സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യബോധവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി അവബോധവും സൃഷ്ടിക്കാനാണ് ഇത്തരത്തിൽ എല്ലാ ചട്ടവട്ടങ്ങളും പാലിച്ച് ബാലറ്റ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക ബി ബീബ പറഞ്ഞു. പെരിഞ്ഞനം RMVHS വെച്ച് നടക്കുന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ വിദ്യാലയത്തിലെ SS വിഭാഗ മേധാവിയായ ജിജി ടീച്ചറും മറ്റ് സഹപ്രവർത്തകരും കൂട്ടായ്മയോടെയാണ് നമ്മുടെ ഇലക്ഷൻ എന്നിവിടെ സ്കൂളിൽ നടക്കുന്നത്. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാവരും വളരെ സന്തോഷകരമായിട്ട് വോട്ട് ചെയ്ത് പണിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരഞ്ഞെടുപ്പ് എന്താണെന്നും അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും കൂടെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടി ഈ ഇലക്ഷൻ്റെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കാനും അതെന്താണെന്ന് അവർക്ക് ചെയ്ത് കാണിക്കാനും കൂടി ഈ ഇലക്ഷൻ ഉപയോഗപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. സാമൂഹ്യശാസ്ത്ര വിഭാഗം മേധാവി KB ജിജി ഭരണാധികാരിയായ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ്, പോളിംഗ്, കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. സ്കൂൾ IT കോർഡിനേറ്റർ PN സുപ്രിയയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിബ്ജിയോർ എന്ന സ്കൂൾ ചാനലിലൂടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗും നടത്തി. PTA പ്രസിഡന്റ് KK നാസർ, മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപിക VG അംബിക, മതിലകം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TA തസ്നി എന്നിവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ CR ആരതി 261 വോട്ടുകൾ നേടി 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകരായ M ബിന്ദു, MJ സിന്ധു, MB ഹേമ, ഗിരീഷ് സുകുമാരൻ, PJ ബീന, VC ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, നീതി ആയുർവേദ ഫാർമസിയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ ആയുർവേദം പുണ്യം കർക്കിടക ചികിത്സ അതിപുണ്യം പദ്ധതിയുടെ ഭാഗമായി ബാങ്കിലെ ഇടപാടുകാർക്കും മെമ്പർമാർക്കുമായി സൗജന്യ ആയുർവേദ ക്യാമ്പും സൗജന്യ ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം റിട്ടയേർഡ് DMO ഡോക്ടർ PR പ്രേംലാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷനായി. ഡോക്ടർ NR ജോഷി, ഡോക്ടർ K രജിത, ഡോക്ടർ ജയ പ്രേംസായി, ഡോക്ടർ കൃഷ്ണേന്ദു, ഡോക്ടർ ഭുവന ബാലകൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ MI അഷ്റഫ്, MJ റാഫി, മധുജ ഹരിദാസ്, PP ആന്റണി, EL ജോസ്, KB ബൈജു, മുഹമ്മദ് ഇക്ബാൽ, ഷെറിൻ തേർമടം, രാജേഷ് കാട്ടിക്കോവിൽ, സ്മിത മനോജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രമിള അശോകൻ, TV വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ജൽജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു. തകർന്ന റോഡുകളെല്ലാം മഴയ്ക്ക് മുമ്പ് പണി പൂർത്തിയാക്കാമായിരുന്നു. റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താങ്കല്ല് ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുനിൽ ലാലൂർ. ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റ്, ജനങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറി പോകാൻ സാധ്യമല്ല. കഴിയുമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒഴിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് വിഷയം? നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് റോഡുകൾ തകർന്നത്. അപ്പോൾ ഈ റോഡ് തകർത്തത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ പണം മുഴുവൻ 6.25 ലക്ഷം കോടി രൂപ ട്രഷറിയിൽ അടച്ച് പഞ്ചായത്തിൻ്റെ കയ്യിൽ ഈ പണമുണ്ട്. ഉപരോധ സമരത്തിൽ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച സമരത്തിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി.
കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, മുനീർ ഇടശ്ശേരി, AC പ്രസന്നൻ, AP ബിനോയ്, ഷമീർ മുഹമ്മദ് അലി, നീതു പ്രേംലാൽ, PK അബ്ദുൽ ഖാദർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ 6:30 നടന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകി. തുടർന്ന് ആശീർവാദം നടന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. എൻ്റെ പെങ്ങളൂടെ പഠിപ്പിച്ചിരുന്നതാണ്, അതുകൊണ്ട് ആ ഓർമ്മയും എനിക്കുണ്ട്. നമ്മുടെ മക്കള് രുചിയുള്ള മക്കളായിട്ട് മാറണം. ഉപ്പ് ഉറകെട്ട് പോയാൽ എന്ത് ഫലം? ഉപ്പ് കെമിസ്ട്രി പഠിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉപ്പല്ലാണ്ടാവോ? ഇല്ല, ഉപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഉറകെട്ട് പോകുന്നതിൻ്റെ ശാസ്ത്രം പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിനൊരു ആവരണം ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. അത് ശരിക്കും അതിൻ്റെ ഉപ്പിൻ്റേതായിട്ടുള്ള ആ ഗുണങ്ങളോടെ ആയിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ മക്കളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അങ്ങനെ പലതും അവരുടെ ജീവിതത്തിലേക്ക് അടിഞ്ഞുകൂടാനിടയുണ്ട്. അതുകൊണ്ട് അവയെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി നിരന്തരം കർത്താവിൻ്റെ രുചിയുള്ള ഉപ്പായിട്ട് നമ്മുടെ മക്കൾ തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമേൽ, ഡീക്കൻ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി. പ്രധാന അധ്യാപകൻ ഷാജി ജോർജ്, അധ്യാപകർ, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 3 നിലകളായി പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 4 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. പള്ളി ട്രസ്റ്റിമാരായ CA ലോനപ്പൻ, KF ജോസഫ്, CA സോളമൻ, കൺവീനർ CA ജോസ് എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്ത സഹായ നിധിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് 80,000 രൂപ നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും മണലൂർ മണ്ഡലം ചെയർമാനുമായ CL റാഫേലിന് യൂണിറ്റ് പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് P ചാക്കോ, ട്രഷറർ P സുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് പ്രവീൺജിത്ത് കൊണ്ട്രപ്പശ്ശേരി, TD ജോവി, വർഗീസ് കോങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പിള്ളി വടക്കുമുറി വീയത്ത് ശങ്കരനാരായണൻ ഭാര്യ പുഷ്പാവതി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. മക്കൾ മുരളി, അനിൽ, മരുമക്കൾ സിന്ധു, രശ്മി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് തളിക്കുളം പൊതുശ്മശാനത്തിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.